കാറ്റത്തെ കിളിക്കൂടിൻ്റെ നാളത്തെ എപ്പിസോഡിലെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഹരിഷുമായി സംസാരിച്ച് നിൽക്കുക സുധീഷ്. ദൈവമേ, എന്തൊരു കള്ള തിരുമാലിയാണ് സുധീഷ് ഏട്ടൻ. ഏടത്തിയെ കല്യാണം കഴിക്കാൻ ഇങ്ങനൊരു ഫ്രോഡ് പരിപാടി ചെയ്തെന്നു എന്നവൻ ചോദിക്കേ, എടാ അങ്ങനെ പറയില്ലടാ, അന്ന് കല്യാണം നടത്താൻ വേണ്ടിയിട്ട് ആധാർ കാർഡ് വേണമായിരുന്നു, കയ്യിൽ കോപ്പി ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അതങ്ങ് എടുത്തു കൊടുത്തു, അത്രയുള്ളൂ എന്ന് സുധീഷ് പറയേ. അങ്ങനെ ഏടത്തി അറിയാണ്ട് രജിസ്റ്റർ മാരേജും ചെയ്തു, എന്നിട്ട് ആധാർ കാർഡ് കയ്യിലില്ലെന്നും പറഞ്ഞ് ആ പാവത്തിനെ കുറെ നടത്തിച്ചു എന്ന് ഹരീഷ് കുറ്റപ്പെടുത്തേ. എടാ, അത് നിധി നമ്മുടെ വീട്ടിൽ നിന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടല്ലടാ കുട്ട എന്ന് സുധീഷ് പറയേ. അപ്പോ ആ പോലീസുകാരനെ കൊണ്ട് ഡിവോഴ്സ് വേണ്ടെന്ന് പറയിപ്പിച്ചതോ എന്ന് ഹരീഷ് ചോദിക്കേ. അതല്ലാതെ പിന്നെ ഞാൻ വേറെന്ത് ചെയ്യുമെന്നാ പറയണേ എന്ന് സുധീഷും. എന്നിട്ടിപ്പോ എന്തായി, എല്ലാം കൊളായില്ലേ എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. എടാ, നിധിയുടെ പിറന്നാളിന്റെ അന്ന് രാത്രി എന്നെയും കൊണ്ട് പുറത്തു പോയില്ലേ, അവൾ എന്നെ എന്തൊക്കെ പറഞ്ഞു എന്നറിയോ എന്ന് സുധീഷ് ചോദിക്കേ. പിന്നെ പറയില്ലേ, അമ്മാതിരി പണിയല്ലേ സുധീഷ് ഏട്ടൻ ചെയ്തത് എന്ന് ഹരീഷ് ചോദിക്കേ. എടാ, നീയും കൂടി ഇങ്ങനെ പറയില്ലേ, എനിക്ക് അവളോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് സുധീഷും. ഇത് ഇഷ്ടമല്ല, ഒരുമാതിരി പിടിച്ചു വാങ്ങല, ഈ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ലേ എന്ന് ഹരീഷ് ചോദിക്കേ. തോന്നിയിട്ടൊക്കെ ഉണ്ട്, പിന്നെ ഞാൻ ആധാർ കാർഡ് കൊടുത്തിരുന്നെങ്കിലേ പണ്ടേ അവൾ വീട് വിട്ട് ഹോസ്റ്റലിലേക്ക് പോയിനെ. ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ട് അവൾക്ക് വീടും നിങ്ങളുമായി ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടായില്ലേ, ഹോസ്റ്റലിൽ പോയിട്ട് അവൾ തിരിച്ചു വന്നില്ലേ, അതിനു വേണ്ടിയാ എന്ന് സുധീഷ് പറയേ. എന്തായാലും സുഭാഷ് ഏട്ടന് വേഗം പെണ്ണ് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ഹരീഷും പറയുന്നുണ്ട്. അതെന്താടാ എന്ന് സുധീഷ് ചോദിക്കേ. ഏതായാലും ഏട്ടത്തി ഡിവോഴ്സ് വാങ്ങി പോവാന്ന് ഉറപ്പായില്ലേ, ഇമാതിരി ഫ്രോഡ് പരിപാടി കാണിച്ച ഒരാളുടെ കൂടെ ഏത് പെണ്ണും ജീവിക്കും സുധീഷ് ഏട്ടാ എന്ന് ഹരീഷ് ചോദിക്കേ. എടാ, അത് ലവ് കൊണ്ടാടാ എന്ന് സുധീഷ്. അയ്യേ, ഇതാണോ ലവ് എന്ന് ഹരീഷ് ചോദിക്കേ. എന്തേ, ഇത് ലവ് അല്ലേ? ഞാൻ കരുതിയത് നീ പ്രേമത്തിൽ കുടുങ്ങിയപ്പോ എന്റെ പ്രശ്നം കുറച്ചെങ്കിലും മനസ്സിലാവുമെന്ന. എല്ലാവരും സ്വാർത്ഥന്മാരാണല്ലോ ദൈവമേ എന്ന് സുധീഷും പറയുന്നുണ്ട്. എന്റെ സുധീഷ് ഏട്ടാ, പ്രേമം സ്വാഭാവികമായിട്ടുണ്ടാവണം, ഇത് ശരിക്കും പിടിച്ചു പറിക്കണ പോലെയല്ലേ എന്ന് ഹരീഷിന്റെ ചോദ്യങ്ങൾക്ക് സുധീഷ് അവനെ ദേഷ്യത്തോടെ നോക്കുകയാ. ഒരുപക്ഷെ ഏടത്തി ലവ് ചെയ്യാമെന്ന് വിചാരിച്ചാലോ. സുധീഷ് ഏട്ടൻ ചെയ്ത ഈ ഫ്രോഡ് വേലകളെല്ലാം ഓർക്കുമ്പോ ഏടത്തി ഇട്ടേച്ചു പോകും എന്ന് ഹരീഷ് പറയുന്നത് കേൾക്കെ. ഒന്ന് ചുമ്മാതിരിക്കടാ, അങ്ങനെയൊന്നും നടക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഈ കാര്യം സുഭാഷ് ഏട്ടനോട് പറയരുത്, അത് മതി എനിക്ക് എന്ന് സുധീഷ് പറയേ. പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ, സുധീഷ് ഏട്ടൻ നുണ പറയുന്നത് നിർത്താനൊന്നും പോകുന്നില്ലല്ലോ എന്ന് ഹരീഷും പറയുന്നുണ്ട്. അപ്പോഴാണ് ബ്രോക്കർ തന്റെ വണ്ടിയിൽ അങ്ങോട്ട് വരുന്നത്. സുധീഷേ, നിങ്ങൾ എന്താ വരാൻ പറഞ്ഞത് എന്ന് ബ്രോക്കർ ചോദിക്കേ. 2 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടിപ്പോ 20 മിനിറ്റ് ആയല്ലോ എന്ന് സുധീഷും ചോദിക്കുക. കുറച്ച് ലേറ്റ് ആയി പോയി, വരാൻ പറഞ്ഞ കാര്യം എന്താ അത് പറ എന്ന് ബ്രോക്കറും. എന്താ കാര്യമെന്നോ, ഞങ്ങൾ 2-3 മാസം ചോദിക്കാതിരുന്നപ്പോ എന്റെ സുഭാഷ് ഏട്ടന്റെ കല്യാണക്കാര്യം മറന്നുപോയോ എന്ന് സുധീഷും ചോദിക്കുക. നിങ്ങളുടെ സുഭാഷ് ഏട്ടനെ ഞാൻ എത്ര പെണ്ണ് കാണിച്ചു കൊടുത്തു, പെണ്ണുങ്ങൾക്കെല്ലാം സുഭാഷിനെ ഇഷ്ടമായാലും നിങ്ങളുടെ വീട്ടിൽ ആണുങ്ങൾ മാത്രമാണ് താമസിക്കുന്നതെന്ന് അറിഞ്ഞാൽ എല്ലാവരും ഒഴിവാകും, ചിലത് ഞാൻ കൊണ്ടുവരുമ്പോ നിങ്ങൾക്കും ഇഷ്ടമാവില്ല, ഞാൻ എന്ത് ചെയ്യാനാ എന്ന് ബ്രോക്കർ ചോദിക്കേ. പഴയ കഥയൊന്നും ഞങ്ങൾ ചോദിച്ചില്ല, ഞങ്ങളുടെ വീടിപ്പോൾ മുൻപത്തെ പോലെയല്ല, എന്റെ കല്യാണം കഴിഞ്ഞു, എന്റെ വീട്ടിലും ഒരു പെണ്ണ് താമസിക്കുന്നു, ഈ നിൽക്കുന്ന ഹരീഷിനും ഒരു പെണ്ണ് റെഡിയായിട്ടുണ്ട്, സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിയാതെ ഞാൻ കല്യാണം കഴിക്കില്ലെന്ന ഇവൻ പറയുന്നത്. ഇപ്പൊ വിളിച്ചത് എന്തിനാന്ന് വെച്ചാ സുഭാഷ് ഏട്ടനെ ഒരു നല്ല പെണ്ണിനെ കണ്ടെത്തി കല്യാണം കഴിപ്പിക്കണം എന്ന് സുധീഷ് പറയെ. ഹരീഷും പറയുന്നുണ്ട്, കമ്മീഷൻ എല്ലാം കറക്റ്റ് ആയി തരാം, നല്ല പെണ്ണുങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ പറയണമെന്ന്, നല്ല കുടുംബവുമായിരിക്കണം, നല്ലൊരു പെണ്ണുമായിരിക്കണം എന്ന് ഹരീഷ് പറയെ. സുധീഷും പറയുന്നുണ്ട്, അതെ അതെ, നല്ല കുടുംബമാവണമെന്നതാ പ്രധാനം എന്നൊക്കെ പറഞ്ഞ് ബ്രോക്കറുമായി അവർ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അഖിൽ അതുവഴി നടന്നു വരുന്നത്. ഏതെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാമെന്ന് പറഞ്ഞ് ബ്രോക്കർ തന്റെ വണ്ടി എടുത്തു പോവുകയാണ്. അപ്പോഴേക്കും അഖിൽ നടന്ന് അവരുടെ അരികിൽ എത്തിയിരുന്നു. അവനെ കണ്ട് സുധീഷും, ദേ ഹരീഷേ, നിന്റെ അളിയൻ പോകുന്നത് കണ്ടില്ലേ എന്ന് വിളിച്ചു പറയേ. സുധീഷ് എടാ, ചുമ്മാതിരിക്കുന്ന ഹരീഷ്, റോഡിൽ വെച്ച് അളിയനെ കണ്ടിട്ട് സംസാരിക്കാതിരിക്കുന്നത് ശരിയാണോ, ഞാനൊന്ന് പോയി സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് സുധീഷ് അവന്റെ അരികിലേക്ക് ചെന്ന്, എന്താ അളിയാ, വേദനയെല്ലാം മാറിയില്ലേ എന്ന് ചോദിക്കേ. എന്താ കളിയാക്കുകയാണോ, അഭിനയിക്കാതെടോ, പോലീസിനെ പറഞ്ഞുവിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുന്നു, അവള് പോലീസിനെ വിളിക്കാൻ ഒരു സാധ്യതയുമില്ല, നിങ്ങൾ പറഞ്ഞുവിട്ടതായിരിക്കും, നീ എന്നവളെ വീട്ടിൽ കൊണ്ടുവിട്ടപ്പോഴേ സംശയമുണ്ടായിരുന്നു, നീ ആയിരിക്കും പോലീസിനെ വിളിച്ച് പറഞ്ഞതെന്ന്, പോലീസല്ല പട്ടാളം വന്നാലും എന്റെ അനിയത്തിയെ ഞാൻ നിനക്ക് കെട്ടിച്ചു തരില്ല എന്നഖിൽ ഭീഷണിപ്പെടുത്തേ. അയ്യോ, പേടിയാവുന്നു. എടാ ഹരീഷേ, നീയും പേടിച്ചു പോയില്ലേ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. അതെ സുധീഷ് ഏട്ടാ, പേടിയാവുന്നു എന്ന് ഹരീഷും. എന്താടാ, രണ്ടും കൂടി ചേർന്നെന്നെ പരിഹസിക്കുകയാണോ എന്നഖിൽ ദേഷ്യത്തോടെ ചോദിക്കേ. അതേടാ, അത് ഞാൻ വിളിച്ചു പറഞ്ഞതാണെന്ന് തന്നെ വെക്കേ, നീ എന്ത് ചെയ്യും, ഞാൻ നീതുവിനെ തന്നെ കല്യാണം കഴിക്കും, ഈ ജന്മത്തിൽ അവളാണ് എന്റെ ഭാര്യ, നീയല്ല, ദൈവം വിചാരിച്ചാൽ പോലും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഹരീഷ് പറയേ. അങ്ങനെ പറഞ്ഞു കൊടുക്കടാ ഹരീഷ് എന്ന് സുധീഷും. എന്താളിയാ, പറഞ്ഞത് കേട്ടില്ലേ, ഓക്കെ അല്ലേ എന്ന് സുധീഷ് ചോദിക്കേ. ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം എന്റെ അനിയത്തിയെ നിന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ലെന്ന് അഖിലും. അത് സിമ്പിളാണല്ലോ, എപ്പോഴാടാ ചാവുന്നതെന്ന് സുധീഷൻ ചോദിക്കുക. അത് കേൾക്കെ ഹരീഷ് ദേഷ്യത്തോടെ സുധീഷിന് നേരെ ചെല്ലുന്നുണ്ടെങ്കിലും ഹരീഷ് അവനെ തള്ളി മാറ്റുകയാ. അഖിൽ നിലത്തേക്ക് വീഴുമ്പോഴേക്കും ഹരീഷും ചോദിക്കുന്നുണ്ട്, കിട്ടിയ അടിയൊന്നും പോരെ, മര്യാദയ്ക്ക് പോവാൻ നോക്ക്
അല്ലെങ്കിൽ എന്റെ അടി വാങ്ങിച്ച് ആശുപത്രിയിൽ കിടക്കേണ്ടി വരുമെന്ന് അഖിലും ദേഷ്യത്തോടെ എഴുന്നിട്ട് ചോദിക്കുന്നുണ്ട്. എല്ലാം നീ ആഗ്രഹിച്ച പോലെ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? നീതു ഇപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുക. അവൾ ആരെ കല്യാണം കഴിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. പെട്ടെന്ന് തന്നെ അവൾക്കൊരു നല്ല പയ്യനെ കണ്ടുപിടിച്ച് ഞങ്ങൾ അവളുടെ കല്യാണം നടത്തും. ഇതെന്റെ ഒരു വെല്ലുവിളിയായി കൂട്ടിക്കോ എന്നഖിൽ പറയേ. നിങ്ങളുടെ വീട്ടിൽ താമസിക്കട്ടെ എന്ന് പറഞ്ഞ് അവളെ അവിടെ കൊണ്ടുവിട്ടത് ഞാനാണ്. ഞാൻ വിചാരിച്ച അവളെ എപ്പോ വേണേലും വിളിച്ചിറക്കി കൊണ്ടുപോയി കല്യാണം കഴിക്കാം. വേണ്ടാത്തതോരൊന്നും ചിന്തിക്കാതെ ഞാനാണ് നിന്റെ അനിയത്തിയുടെ ഭർത്താവെന്ന് മനസ്സിലങ്ങ് ഉറപ്പിക്കുക. അത് കേൾക്കെ അഖിലും ചോദിക്കുന്നുണ്ട്. ഇത്രയ്ക്കും അഹങ്കാരമോ നിനക്ക്? എല്ലാം അവൾ തരുന്ന ധൈര്യമാണല്ലേ? ഇപ്പൊ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, എന്റെ അനിയത്തി നീതുവിനെ ഒരു നല്ല പയ്യനെ കണ്ടെത്തി ഞങ്ങൾ അവളുടെ വിവാഹം നടത്തും. അത് നീ കാണാൻ പോകുന്നേ ഉള്ളൂ എന്ന്. അത് കേൾക്കെ സുധീഷും ചോദിക്കുന്നുണ്ട്. എന്താണ് നീ കോമഡി എല്ലാം പറയുന്നത്? അല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്ക് 100 കൂട്ടം പണിയുണ്ട്. നീ ഇതുവഴി പോകുന്നത് കണ്ടപ്പോ ഒരു കുശലാന്വേഷണം നടത്തിയതാ. ഞങ്ങളിപ്പോ പോവുകയാ. ഫ്രീ ടൈമിൽ വരാം. അപ്പൊ നമുക്ക് ഈ വഴക്കും ബഹളവും തുടരാം. ഇപ്പൊ സമയമില്ലെന്ന് പറഞ്ഞ് ഹരീഷിനോട് വണ്ടി എടുക്കാനായി പറയുക സുധീഷ്. ഹരീഷും അവനെ ചിരിയോടെ നോക്കി വണ്ടി എടുക്കുമ്പോഴേക്കും സുധീഷും അവന്റെ പിറകിൽ കയറിയിരുന്ന ബ്രോ നീ വാക്കിംഗ് കണ്ടിന്യൂ ചെയ്തോ. കണ്ടിന്യൂ എന്ന് പറഞ്ഞ് സുധീഷും ഹരീഷും ബൈക്കും എടുത്ത് പോവുകയും അവർ പോകുന്നത് നോക്കി ദേഷ്യത്തോടെ നിൽക്കുന്ന അഖിലും മനസ്സിൽ പറയുന്നുണ്ട്, നീതുവിന്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം, അല്ലെങ്കിൽ ഇവരിനിയും എന്നെ ഇതുപോലെ പരിഹസിച്ചുകൊണ്ടേയിരിക്കും. അഖിൽ വീട്ടിലെത്തുമ്പോൾ നീതു അവിടെ ടിവിയും കണ്ടിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. അവളോട് എതിർത്തൊന്നും പറയാൻ കഴിയാതെ അവളെ തന്നെ നോക്കിയിരിക്കുക അച്ഛനും അമ്മയുമെല്ലാം. അഖിൽ ദേഷ്യത്തോടെ റിമോട്ട് എടുത്ത് TV ഓഫ് ചെയ്യുമ്പോഴേക്കും ഇപ്പൊ എന്തിനാ TV ഓഫ് ചെയ്തതെന്ന് നീതുവും ചോദിക്കുന്നു. പാട്ട് നിനക്ക് മാത്രം കേട്ടാ പോരെ, ഈ നാട്ടിലുള്ള എല്ലാവരും കേൾക്കണം. ഇത്ര ഉച്ചത്തിൽ പാട്ട് വെച്ചത് എന്തിനാണെന്ന് അഖിലും. നീ പാട്ട് വെക്കുമ്പോ ഇത്ര ഉച്ചത്തിൽ വെക്കാറില്ലേ എന്ന് നീതുവും. എന്നോട് ഇവൾ സംസാരിക്കുന്നത് കണ്ടില്ലേ അമ്മേ? നമ്മളെല്ലാവരെയും ടെൻഷനാക്കിയിട്ട് ഇവൾ സമാധാനത്തോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു എന്നഖിൽ ദേഷ്യത്തോടെ പറയേ. നിനക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ അതിന് ഞാൻ എന്ത് ചെയ്യാനാ എന്ന് നീതുവും. നിന്നെ കാണുമ്പോഴേ ദേഷ്യം വരുവാണെന്ന് അഖിൽ പറയേ. എനിക്കും നിന്നെ കാണുമ്പോ ദേഷ്യം വരുന്നു, ഇറങ്ങിപ്പോ എന്ന് നീതുവും പറയേ. അമ്മയോട് അവൾ ഒരു മീൻ വറുത്തത് കൂടി ചോദിക്കുമ്പോഴേക്കും നിനക്ക് കാലില്ലേ, പോയി എടുക്കുന്ന അമ്മയോ. ഓക്കെ, എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ അടുക്കളയിലേക്ക് പോയി ഒരു മീൻ വറുത്തതും എടുത്തുകൊണ്ട് വന്നിരുന്ന് കസേരയിൽ കാലും കയറ്റി വെച്ച് ഭക്ഷണം കഴിക്കുമ്പോഴേക്കും കാല് താഴ്ത്തി വെക്കടി, നീ ഒരു പെണ്ണല്ലേ, കുറച്ചെങ്കിലും അടക്കവും ഒതുക്കവും വേണ്ടേ എന്നൊക്കെ അഖിൽ വഴക്ക് പറയുന്നത് കേൾക്കേ. ഇടാ അഖിലെ വിട്ടേക്കിടാ, അവളോട് എന്തിനാ വഴക്കുണ്ടാക്കാൻ പോകുന്നതെന്ന് അച്ഛനും ചോദിക്കുന്നു. അച്ഛൻ ഇവളെ സ്ട്രിക്റ്റ് ആയി വളർത്താത്തത് കൊണ്ടാ ഇപ്പോ നമ്മുടെ പേരിൽ പോലീസ് കംപ്ലൈന്റ് കൊടുക്കാൻ വരെ ഇവൾ വളർന്നു. വീണ്ടും അവൾ ആ ഹരീഷിനെ പോയി കണ്ടു, അതറിയാമോ നിങ്ങൾക്കെന്ന് അഖിൽ ചോദിക്കേ. അമ്മയും അമ്പരപ്പോടെ വീണ്ടും അവൾ ഹരീഷിനെ കാണാൻ പോയോ എന്ന് ചോദിക്കുക. ഇതിൽ ഇത്ര ഷോക്ക് ആവാനെന്താ, ഞാൻ ദിവസവും ഹരീഷിനെ കാണാൻ പോവും, അവനോട് സംസാരിക്കുകയും ചെയ്യും എന്ന് നീതു പറയേ. എന്തിനാ നീ വീണ്ടും അവനെ കാണാൻ പോകുന്നതെന്ന് അമ്മയും. ദിവസവും ഞാൻ ഹരീഷിനെ കാണാൻ പോകുന്നതല്ലേ, ഇവനെന്താ പുതിയതായി കാണുന്ന പോലെ പറയുന്നത്? അമ്മയും അതുപോലെ തന്നെയാണല്ലോ ചോദിക്കുന്നതെന്ന് നീതു പറയേ. അവനെ കാണരുതെന്ന് എത്ര തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു തവണയെങ്കിലും ഞങ്ങൾ പറയുന്നത് നീ കേട്ടിട്ടുണ്ടോ എന്നമ്മ ചോദിക്കേ. ഞാൻ കേൾക്കില്ലെന്ന് അറിയില്ലേ, പിന്നെ വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് നീതുവും. ഞാൻ ഇനിയും ഹരീഷിനെ കാണുകയും സംസാരിക്കുകയും ചെയ്യും, നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്ന് നീതു വെല്ലുവിളിയോടെ ചോദിക്കുന്നവൾക്ക് അഖിൽ ദേഷ്യത്തോടെ എഴുന്നേറ്റ് അവളുടെ നേരെ ചെല്ലുന്നുണ്ടെങ്കിൽ അച്ഛൻ അഖിലിനെ തടഞ്ഞ് മിണ്ടാതിരിക്കടാ, ഇനിയും അവൾ വിളിച്ചു പറഞ്ഞ പോലീസ് ഇങ്ങോട്ട് വരും. നമ്മുടെ വീട്ടുമുറ്റത്ത് നിരന്തരം പോലീസ് ജീപ്പ് വന്നു നിന്നാൽ നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി പറയേണ്ടി വരും. അതുകൾക്ക് അമ്മയും പറയുന്നുണ്ട്, നമ്മൾ അകത്തായാലും ഇവൾക്ക് ഇവളുടെ ഇഷ്ടത്തിന് ജീവിക്കണം. നമ്മളെ പോലീസ് പിടിച്ചുകൊണ്ടുപോയാൽ ഇവൾക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. നമ്മളകത്തായാൽ ഇവളുടെ ഇഷ്ടത്തിന് ഇവൾക്ക് ജീവിക്കാലോ. അതുകൊണ്ടാണ് ഇവൾ ഇങ്ങനെ ഓരോന്നെല്ലാം ചെയ്തു കൂട്ടുന്നതെന്ന് അമ്മയും. നിങ്ങൾ എന്നെ വഴക്ക് പറഞ്ഞാലും ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് നീതു തീർത്തു പറയേ. നിന്റെ അഹങ്കാരം ഒരു ദിവസം തീർക്കുമെടി എന്നെങ്കിലും പറയുകയാ. എന്റെ അഹങ്കാരം നിന്നെ കൊണ്ട് തീർക്കാൻ കഴിയില്ല, കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കെ, ഞാൻ TV കാണട്ടെ എന്ന് പറഞ്ഞ് നീതു വീണ്ടും TV ഓൺ ചെയ്യുമ്പോഴേക്കും അഖിൽ ദേഷ്യത്തോടെ ചെറുതെടുത്ത് അവളെ അടിക്കാനായി വരുന്നുണ്ടെങ്കിൽ അച്ഛൻ അവനെ തടയുകയാ. ദേഷ്യത്തോടെ കസേര നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് അവൻ അവിടുന്ന് പോവുകയാ. രാത്രിയാവുമ്പോൾ സുധീഷ് മുറ്റത്തിറങ്ങി കോൾ ചെയ്തോണ്ടിരിക്കുക. അത് ശ്രദ്ധിച്ച് ഹാളിലിരിക്കുന്ന നിധിയും നികേഷിനോടായി, എടാ നികേഷേ, എന്താ ഇത്? ഈ പുറത്ത് സുധീഷ്, അപ്പുറത്ത് ഹരീഷ്, രണ്ടുപേരും കുറെ നേരമായി ഫോണിലാണല്ലോ, എന്തെങ്കിലും ബിസിനസ് കാര്യമാണോ സംസാരിക്കുന്നത് എന്ന് നിധി ചോദിക്കേ. അതൊന്നും ആയിരിക്കില്ല എടത്തി എന്ന് നികേഷും പറയുന്നുണ്ട്. അപ്പോഴാണ് കോൾ കഴിഞ്ഞ് ഹരീഷ് അങ്ങോട്ട് കയറി വരുന്നത്. നികേഷ് ഹരീഷിനെ വിളിച്ച്, ഹരീഷേട്ടാ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഹരീഷേട്ടൻ രാത്രി ഫോണിൽ സംസാരിക്കുന്നതെല്ലാം ഓക്കെ, പിന്നെ പറ വേറെന്താ, ഇതെല്ലാം ഒന്ന് മാറ്റി പിടിക്കണം. ഇതെല്ലാം കേട്ട് ഉറങ്ങാൻ കിടക്കുമ്പോ സ്വപ്നത്തിൽ ഇതെല്ലാം കയറി വന്ന് ടോർച്ചർ ചെയ്യുന്ന പോലെയാ എന്നവൻ പറയുന്നത് കേൾക്കെ നിധിയും ചിരിക്കുക. എന്താടാ നികേഷേ എന്ന് ഹരീഷ് ടെൻഷനോടെ ചോദിക്കേ. നികേഷ് നന്നായി കളിയാക്കുന്നുണ്ടല്ലോ, രാത്രി നല്ല ഫോൺ വിളിയാണോ എന്ന് നിധിയും ചോദിക്കുന്നു. നീതുവിന്റെ വീട്ടിൽ വഴക്കുണ്ടായോ, അവളെ അവർ ഉപദ്രവിക്കുന്നുണ്ടോന്നൊക്കെ അറിയാനാ അവളെ രാത്രി വിളിക്കുന്നത്. ഇവൻ ഉറങ്ങിയിട്ടുണ്ടാവെന്ന് കരുതിയാ ഞാൻ വിളിക്കുന്നത്. ഉറങ്ങാതെ കിടന്ന് ഇവൻ ഇത് കേൾക്കുമെന്ന് ഞാൻ അറിഞ്ഞു. ഇനി മുതൽ ഞാൻ പുറത്തു പോയി സംസാരിച്ചോളാമെന്ന് ഹരീഷും പറയുകയാ.
അങ്ങനെ ചെയ്ത വലിയ ഉപകാരമായിരുന്നു എന്ന് നികേഷും. അപ്പോഴാണ് കോൾ കഴിഞ്ഞ് സുധീഷും അകത്തേക്ക് കയറി വരുന്നത്. ആരെ വിളിച്ചോണ്ടിരുന്നെന്ന് ഹരീഷ് ചോദിക്കെ ബ്രോക്കറായിരുന്നു. ഒരു നല്ല ആലോചന വന്നിട്ടുണ്ട്. പെണ്ണിന്റെ വീട്ടുകാർ സുഭാഷ് ഏട്ടന്റെ ജാതകം ചോദിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടന് ജാതകമുണ്ടോ? നിനക്കതിനെ പറ്റി അറിയാമോ എന്ന് സുധീഷ് ചോദിക്കെ. എനിക്കെങ്ങനെ അറിയാനാ? നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ജാതകമുണ്ടോ എന്ന് ഹരീഷും ചോദിക്കെ. ഏതെങ്കിലും പെട്ടിയിൽ സേഫായി വെച്ചിട്ടുണ്ടാവും, നമുക്ക് നോക്കി കണ്ടുപിടിക്കാമല്ലോ എന്ന് നിധിയും. അത് കേൾക്കെ സുധീഷും പറയുന്നുണ്ട്, അതിനൊരു സാധ്യതയുമില്ല. അന്ന് നമ്മൾ എല്ലാ പെട്ടിയും എടുത്ത് നോക്കിയതല്ലേ. ഈ വീട്ടിൽ ആർക്കും ജാതകമില്ലെന്നാ എനിക്ക് തോന്നുന്നത് എന്ന് സുധീഷ് പറയേ. എടുത്തിക്ക് ജാതകമുണ്ടോ എന്ന് നികേഷ് ചോദിക്കുക. എനിക്ക് ജാതകമുണ്ട്. എന്റെ വീട്ടിൽ ഇടയ്ക്കിടെ എന്റെ ജാതകം എടുത്തുകൊണ്ടുപോയി നോക്കാറുണ്ട് എന്ന് നിധി പറയേ. എല്ലാം ഭദ്രമായി എടുത്തു വെക്കുന്നത് പോലെ സുഭാഷ് ഏട്ടൻ തന്റെ ജാതകം എടുത്തു വെച്ചിട്ടുണ്ടാവുമോ? നമുക്ക് സുഭാഷ് ഏട്ടനോട് ചോദിച്ചാലോ എന്ന് ഹരീഷും. ചോദിച്ചു നോക്കാം, പക്ഷേ സുഭാഷ് ഏട്ടനെ പെണ്ണ് നോക്കാൻ വേണ്ടിയാണെന്ന് സുഭാഷ് ഏട്ടൻ അറിയരുത് എന്ന് നിധി പറയുമ്പോഴേക്കും സുഭാഷ് അങ്ങോട്ട് കയറി വരുന്നുണ്ട്. എന്താ എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതെന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. എന്താ ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ പാടില്ലേ എന്ന് സുധീഷ്. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് കുറവാണല്ലോ, അതുകൊണ്ടാ ചോദിച്ചെന്ന് സുഭാഷ് ഏട്ടൻ. ശരി, ഞാൻ മുഖം കഴുകിയിട്ട് വരാമെന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടൻ പോകാൻ തുടങ്ങുമ്പോഴേക്കും നിധി ഓഫീസിൽ നിന്ന് വന്നിട്ട് ചായ എന്തെങ്കിലും കുടിച്ചോ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്. ഞാനും നികേഷും ചായ കുടിച്ചെന്ന് നിധി പറയുന്നത് കേൾക്കെ ഞാൻ മുഖം കഴുകിയിട്ട് വരാമെന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടൻ പിന്നെ പുറത്തേക്ക് പോവുകയാണ്. സുഭാഷ് ഏട്ടൻ പോയി കഴിയുമ്പോഴേക്കും സുധീഷും ഹരീഷിനോടായി പറയുന്നുണ്ട്, കണ്ടില്ലേ ഹരീഷേ, നീ ജോലി കഴിഞ്ഞു വന്നാലും ഞാൻ ജോലി കഴിഞ്ഞു വന്നാലും ഇതുപോലെ ചായ കുടിച്ചൊന്ന് ചോദിക്കാറുണ്ടോ? സുഭാഷ് ഏട്ടന് നിധി അത്രയും സ്പെഷ്യലാ എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ നിധിയും മുഖം തിരിക്കുകയാണ്. അതിന് സുധീഷ് ഏട്ടൻ ഇപ്പോ ജോലിക്കൊന്നും പോവാറില്ലല്ലോ എന്ന് ഹരീഷും കളിയാക്കുകയാണ്. സുഭാഷ് ഏട്ടൻ മുഖം കഴുകി തിരിച്ചു വരുമ്പോഴേക്കും സുധീഷേ ചോദിക്കുന്ന നിധിയും പറയുന്നു. എന്താ കാര്യമെന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. സുഭാഷ് ഏട്ടാ, നമ്മൾക്ക് എല്ലാവർക്കും ജാതകമുണ്ടോന്ന് സുധീഷ് ചോദിക്കുക. ജാതകമോ? എന്ത് ജാതകം എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. സുഭാഷ് ഏട്ടന്റെ ജാതകം തന്നെ. ജാതകമൊന്നുമില്ല, എന്തോ ഇപ്പൊ ചോദിക്കാനെന്ന് സുഭാഷും. അത് ചുമ്മാ ചോദിച്ചതാ. എന്തോ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ ജാതകക്കാര്യം എടുത്തിട്ടു. അപ്പോഴാണ് നിധി അവൾക്ക് ജാതകമുണ്ടെന്ന് പറയുന്നത്. അപ്പോഴാ ഞങ്ങൾക്ക് സുഭാഷ് ഏട്ടനോ ജാതകമുണ്ടോ എന്ന് ചോദിക്കണമെന്ന് തോന്നിയത്, അതാ ചോദിച്ചത്. അപ്പോ സുഭാഷ് ഏട്ടന് ജാതകമില്ല എന്ന് സുധീഷ് ചോദിക്കേ. ഇല്ലടാ സുധീഷേ, ഈ വീട്ടിൽ ആർക്കും ജാതകം എന്ന് സുഭാഷ് ഏട്ടൻ പറയുന്നതൊക്കെ എല്ലാവരും ടെൻഷനോടെ ഇരിക്കുക. ഇനി വേണമെങ്കിൽ അച്ഛനോട് ജാതകമുണ്ടോ എന്ന് ചോദിച്ചു നോക്കാം എന്ന് സുഭാഷ് ഏട്ടൻ പറയേ. ആ ചോദിക്കാം, സുഭാഷ് ഏട്ടൻ പോയി ചോദിക്കോ എന്ന് സുധീഷും. ശരി, പക്ഷേ വരുമ്പോ അച്ഛൻ ഉമ്മറത്തില്ലല്ലോ എന്ന് സുഭാഷ് ഏട്ടൻ പറയേ. അച്ഛൻ ഉമ്മറത്തല്ല, പുറകുവശത്താണെന്ന് സുധീഷ് ആംഗ്യം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ശരി, ഞാൻ പോയി ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് സുഭാഷ് അച്ഛനോട് ചോദിക്കാനായി പോവുകയാണ്. പിന്നാമ്പുറത്ത് നിന്ന് ബ്രാൻഡി അടിക്കുകയായിരുന്നു അച്ഛൻ. സുഭാഷ് അച്ഛന്ന് വിളിക്കെ. ആരാണ് ഡിസ്റ്റർബ് ചെയ്യുന്നത്? എന്താ കാര്യമെന്ന് അച്ഛനും. അച്ഛനൊന്ന് അകത്തേക്ക് വരാമോ? അച്ഛനോടൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് സുഭാഷും പറയുകയാണ്. ഇപ്പൊ വരാം പോ എന്ന് അച്ഛൻ പറയേ. സുഭാഷും അകത്തേക്ക് കയറി പോവുകയാണ്. ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് സുഭാഷ് എല്ലാവരോടുമായി പറയുമ്പോഴേക്കും അച്ഛനും അങ്ങോട്ട് കയറി വരികയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ ഇരിക്കുന്ന ഇടത്തേക്ക് നിങ്ങൾ വരാം. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എന്നെ വിളിക്കുന്നു. അതെ, നമ്മളെല്ലാവരും തിരുവനന്തപുരത്തും അച്ഛൻ കാസർഗോഡുമാണല്ലോ. ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നതുകൊണ്ടാ അച്ഛൻ ഇത്ര ദേഷ്യം. വീടിന്റെ പുറകുവശത്ത് നിന്ന് ഇങ്ങോട്ടൊന്ന് കയറി വന്നതിനാ ഇത്രയും ബിൽഡപ്പ് എന്ന് സുധീഷും പറയുന്നു. അത് കേൾക്കെ അച്ഛനും ദേഷ്യത്തോടെ നോൺസെൻസ്, ഡോണ്ട് വേസ്റ്റ് മൈ ടൈം, വാട്ട് ഈസ് യുവർ മാറ്റർ? എന്താന്ന് പറയടാ, എന്തിനാടാ വിളിച്ചേ എന്ന് ചോദിക്കടാ എന്ന് സുധീഷും ഹരീഷിനോടായി പറയുന്നുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ജാതകമുണ്ടോ എന്ന് ഹരീഷ് ചോദിക്കേ. ജാതകമോ? എന്ത് ജാതകം? അതെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ജാതകമുണ്ടോ എന്ന് ഹരീഷ് ചോദിക്കുക. എന്ത് ജാതകമോ എന്ന് അച്ഛൻ ചോദിക്കേ. എന്താ ജാതകം എന്താണെന്ന് അറിയില്ലേ നിങ്ങൾക്ക്? ഓ, ഇംഗ്ലീഷ് പറയണമായിരിക്കും. ഹോറോസ്കോപ്പ്. എല്ലാവർക്കും ഹോറോസ്കോപ്പ് ഉണ്ടാക്കുമല്ലോ, അതറിയില്ലേ? അങ്ങനെയുള്ളത് എന്തെങ്കിലും ഞങ്ങൾക്കുണ്ടോ എന്ന് സുധീഷ് ചോദിക്കേ. അത് വെച്ച് നീ എന്തു ചെയ്യാൻ പോവുകയാണെന്ന് അച്ഛൻ. നിങ്ങൾക്ക് ജനിച്ച ഞങ്ങൾ മക്കളുടെ തലയെഴുത്ത് നല്ലതാണോന്ന് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാ. ജാതകം നോക്കിയാലല്ലേ ഞങ്ങളുടെ ഭാവിയെ കുറിച്ച് അറിയാൻ പറ്റൂ, അതിനു വേണ്ടിയാണെന്ന് സുധീഷ്. അത് കേട്ട് ഭാസ്കരനും പൊട്ടിച്ചിരിയോടെ, അതിനൊരു ജോത്സ്യനെ കണ്ട് ജാതകം നോക്കിക്കേണ്ട കാര്യമുണ്ടോ? ഈ ഭാസ്കരൻ പറഞ്ഞു തരാം. നിങ്ങളുടെ തലയിലെഴുത്ത് തീരെ മോശമാ, വെരി ബാഡ്. നിങ്ങളുടെ ജീവിതത്തിൽ കല്യാണം നടക്കില്ല. ഇനി നടന്നാലും സന്തോഷമായി ജീവിക്കാൻ ഞാൻ കഴിയില്ല, പോരെ? ഹാപ്പി എന്ന് ചോദിച്ച് അച്ഛൻ അവിടുന്ന് പോവുകയാ. പറയുന്നത് കേട്ടില്ലേ, അയാൾക്ക് മാത്രം ബ്രൈറ്റ് ഫ്യൂച്ചർ ഇരിക്കുന്ന പോലെ. തലയിലെഴുത്ത് എന്ന് സുധീഷ് പറയേ. പിന്നെ അയാൾക്ക് ജനിച്ചാ പിന്നെ നമ്മുടെ ജീവിതം എങ്ങനെ ഇരിക്കുമെന്നാ എന്ന് ഹരീഷും ടെൻഷനോടെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനെങ്ങനെ ടെൻഷൻ ആവുന്നത്? ജാതകം ഉണ്ടായാൽ എന്താ, ഇല്ലെങ്കിൽ എന്താ? നമ്മൾ അതിലൊന്നും വിശ്വസിക്കുന്നവരല്ലോ എന്ന് സുഭാഷ് ഏട്ടനും പറയുന്നുണ്ട്. നിധിയും സുഭാഷ് ഏട്ടനോടായി പറയുന്നുണ്ട്. അതല്ല സുഭാഷ് ഏട്ടാ, ഈ ടോപ്പിക് എങ്ങനെ വന്നതെന്ന് അറിയാമോ? ഇന്ന് ഓഫീസിൽ ഒരു ജോത്സ്യം വന്നിരുന്നു. എല്ലാവരുടെയും ജാതകം നോക്കി ഫ്യൂച്ചറിനെ പറ്റി പറഞ്ഞു. എന്റെ വീട്ടിലുള്ളവരുടെ ജാതകങ്ങൾ കൊണ്ടുവന്നാൽ നോക്കി പറഞ്ഞു തരാമോ എന്ന് ഞാൻ ചോദിച്ചു. അതിനുവേണ്ടിയാ സുധീഷ് ചോദിച്ചതെന്ന് നിധി പറയുന്നുണ്ട്. ജാതകമൊന്നും ഞങ്ങൾക്കില്ല മോളെ, ഞങ്ങൾക്കതിലങ്ങനെ വിശ്വാസവുമില്ല എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും സുഭാഷിന്റെ മൊബൈൽ റിങ് ചെയ്യുക. അനീഷ് ആണെന്ന് കണ്ട് സുഭാഷ് ആ കോളുമായി പുറത്തേക്ക് പോകുമ്പോഴേക്കും നിധിയും മറ്റുള്ളവരോടായി പറയുന്നുണ്ട്. എന്താ ഇത്, സുഭാഷ് ഏട്ടന് ജാതകമില്ലെന്നാ പറയുന്നത്.
അവർ നല്ല കുടുംബക്കാരെന്നാ പറഞ്ഞത്. എന്താ ഇപ്പോ ചെയ്യാന്ന് നിധി ചോദിക്കേ. ജാതകമില്ലാതെ എന്തു ചെയ്യാനാ? ഇല്ലെന്ന് പറയാം, അല്ലാതെ എന്താ ചെയ്യാന്ന് ഹരീഷും. നിധിയും ഹരീഷും എല്ലാം ടെൻഷനോടെ ഇരിക്കെ സുധീഷും പറയുന്നുണ്ട്, എനിക്കൊരു ഐഡിയ തോന്നുന്നു, പക്ഷേ പറഞ്ഞാൽ എന്നെ വഴക്കു പറയരുത്. എന്നവൻ പറയുന്നത് കേൾക്കെ നിധിയും സംശയത്തോടെ അവനെ തന്നെ നോക്കുക. അത് കേട്ട് നിധി ഒരിക്കലും എന്നെ ചീത്ത വിളിക്കാൻ പാടില്ല എന്ന് സുധീഷ് പറയെ. ആദ്യം നിങ്ങൾ പറ, ചീത്ത വിളിക്കണോ വേണ്ടയോ എന്ന് പിന്നീട് നോക്കാമെന്ന് നിധിയും. സുധീഷ് എല്ലാവരോടുമായി പറയുക, നമ്മുടെ സുഭാഷ് ഏട്ടനൊരു ജാതകം വേണം, അത്രയല്ലേ ഉള്ളൂ, സെറ്റാക്കാം. ഒരു ജാതകം എഴുതുന്നത് അത്ര വലിയ കാര്യമാണോ എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ, കറക്റ്റ് ആണല്ലോ പറഞ്ഞത്, ഇതിലിപ്പോ വഴക്കു പറയാൻ എന്താ ഉള്ളത്? ജാതകമില്ലെങ്കിൽ പുതിയൊരു ജാതകം എഴുതുന്നത് ഓക്കെ ആണല്ലോ എന്ന് നിധിയും പറയുന്നു. അങ്ങനെയല്ല നിധി, ഞാൻ പറഞ്ഞത് നിധിക്ക് നന്നായി മനസ്സിലായില്ലെന്ന് തോന്നുന്നു. നമ്മൾ സുഭാഷ് ഏട്ടന് വേണ്ടി ഒരു പുതിയ ജാതകം എഴുതുമ്പോൾ അത് നമുക്ക് ഫേവറായി ഉണ്ടാക്കണം. അതായത് സുഭാഷ് ഏട്ടൻ വളരെ നല്ലവനാണ്, നല്ലപോലെ സമ്പാദിക്കും, സന്താന ഭാഗ്യമുണ്ട്, ഇങ്ങനെ ആര് നോക്കിയാലും സൂപ്പർ ജാതകം എന്ന് പറയുന്ന പോലെ പെർഫെക്റ്റ് ആയി ഒരു ജാതകം എഴുതാമെന്നാ പറഞ്ഞത്. അങ്ങനെ നമുക്ക് ഫേവറായ ഒരു ജാതകം ഉണ്ടാക്കിയാൽ ജാതകം ചേരില്ലെന്ന് പറഞ്ഞ് ആർക്കും റിജക്ട് ചെയ്യാനാവില്ലല്ലോ. അങ്ങനെ ഒരു ജാതകം എഴുതാമെന്നാ ഞാൻ പറഞ്ഞതെന്ന് സുധീഷ് പറയേ. അങ്ങനെയൊക്കെ ജാതകം എഴുതിക്കാൻ പറ്റുമെന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഇക്കാലത്ത് എളുപ്പമല്ലേ? നാട്ടിൽ പല ആളുകൾക്കും ഇങ്ങനെ കല്യാണം നടന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഓക്കെ ആണെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അങ്ങനെയൊരു ജാതകം ഈ സുധീഷ് റെഡിയാക്കും എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ നിധിയും പറയുന്നുണ്ട്, ജാതകം റെഡിയാക്കുന്നതെല്ലാം ഓക്കെ തന്നെ എന്ന് പറഞ്ഞൊരു നിമിഷം ആലോചനയോടെ ഇരുന്ന്, ശരി നിങ്ങൾ റെഡിയാക്കുക എന്നവൾ പറയുന്നത് വിശ്വസിക്കാനാവാതെ, സത്യമായിട്ടും പറയണോ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. സുധീഷ് റെഡിയാക്ക്, സുഭാഷ് ഏട്ടൻ എങ്ങനെയുള്ള ആളാണെന്ന് നമുക്കറിയാമല്ലോ. ഏത് പെണ്ണിനെ സുഭാഷ് ഏട്ടൻ കല്യാണം കഴിച്ചാലും ആ പെൺകുട്ടിയെ സുഭാഷ് ഏട്ടൻ നല്ലതുപോലെ നോക്കും. ജാതകത്തിനുമപ്പുറം പരസ്പരം മനസ്സിലാക്കിയാണ് ബന്ധം നിലനിർത്തുന്നത്. ആ നിലയിൽ സുഭാഷ് ഏട്ടൻ എനിക്ക് നല്ല വിശ്വാസമാണ്. ഫോർമാലിറ്റിക്ക് വേണ്ടി നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു ജാതകം എഴുതുന്നത് എനിക്ക് ഓക്കെയാ എന്നവൾ പറയുന്നതുകൾക്ക് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് സുധീഷും ചോദിക്കുന്നുണ്ട്, കുഴപ്പമില്ലല്ലേ? ഞങ്ങളെപ്പോലെ വക്രബുദ്ധിയോടെ നിധിയും ചിന്തിക്കാൻ തുടങ്ങിയല്ലേ എന്ന് സുധീഷ് ചോദിക്കുന്നവർക്ക്, സുധീഷ് ഏട്ടാ ഒരു ചെറിയ തിരുത്തുണ്ട്, നിങ്ങളെപ്പോലെ എന്ന് പറഞ്ഞാൽ മതി, ഞങ്ങളെ പോലെയല്ല എന്ന് നികേഷ് പറയുന്നതുകൾക്ക് നിധിക്കും ഹരീഷിനുമെല്ലാം ചിരി വരികയാണ്. അപ്പോ സുധീഷിന് വക്രബുദ്ധിയാണെന്ന് സമ്മതിച്ചല്ലേ എന്ന് നിധി ചോദിക്കേ. അല്ല നിധി, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, എന്താ പറയാൻ വന്നതെന്ന് വെച്ചാ അത് വക്രബുദ്ധി എന്നാ എന്നൊക്കെ പറഞ്ഞ് സുധീഷ് പരങ്ങളോടെ നിൽക്കുമ്പോഴേക്കും, നികേഷേ മനസ്സിലായില്ലേ എന്ന് ഹരീഷും ചിരിയോട് ചോദിക്കുന്നുണ്ട്. അല്ല, എന്നെ പോലെ നിങ്ങളും സമയോചിതമായി ചിന്തിക്കുന്നുണ്ടല്ലോ എന്നാ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് സുധീഷ് പറയേ. ഓവ് ചിന്തിച്ചു എന്ന് ഹരീഷും. രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങിയ നിധി ഹാളിലെത്തുമ്പോഴേക്കും അങ്ങോട്ടെത്തുന്ന സുധീഷും പറയുന്നുണ്ട്, നിധി സുഭാഷ് ഏട്ടന്റെ ജാതകം എത്രയും പെട്ടെന്ന് റെഡിയാക്കാം, നിധി ടെൻഷൻ ആവേണ്ടെന്ന്. അതെ സുധീഷേ, പെട്ടെന്ന് അത് റെഡിയാക്കണം. ഇതുവരെ പെണ്ണും കാണാൻ പോയ വീട്ടിലൊന്നും എന്തുകൊണ്ട് ആ ജാതകം ചോദിച്ചില്ലെന്ന എന്റെ സംശയം. അത് വലിയ അത്ഭുതം തന്നെയാണെന്ന് നികേഷും പറയുന്നുണ്ട്. അത്രയ്ക്കൊന്നും എത്താറില്ല ഇടത്തി, പെണ്ണ് കാണാൻ പോവും, ചായ കുടിക്കും, അതും ഇതും പറഞ്ഞ് വേണ്ടെന്ന് വെക്കും. അതുകൾക്ക് സുധീഷും പറയുകയാ, രണ്ടുപേർക്കും ഇഷ്ടമായി, പെണ്ണിനും ചെറുക്കനും കൂടി ഇഷ്ടമായാലല്ലേ ജാതകം ചോദിക്കും. അതുവരെയൊന്നും ഇതുവരെ എത്തിയിട്ടില്ലല്ലോ, അപ്പോഴേക്കും റിജക്റ്റ് ആവും. അതുകൾക്ക് നിധിയും പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് സുഭാഷ് ഏട്ടന് ഒരു നല്ല ജാതകം എഴുതിക്കണം. അതുകൾക്ക് നികേഷും ഏടത്തേക്ക് ഈ ജാതകത്തിലൊക്കെ വിശ്വാസമുണ്ടോന്ന് ചോദിക്കുക. എനിക്കതിൽ വിശ്വാസമൊന്നുമില്ല, എന്റെ വീട്ടുകാർക്ക് വലിയ വിശ്വാസമായി. എന്റെ ചേട്ടന്റെ കല്യാണവും ജാതകം ചേരാത്തതിനാൽ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. 1 വർഷം കഴിഞ്ഞാണ് ജാതക ചേർച്ചയുള്ള സാന്ദ്ര എടുത്തിയെ കണ്ടെത്തുന്നത്. അവര് തമ്മിൽ നല്ല ചേർച്ചയാണ്. പക്ഷേ എനിക്ക് വിശ്വാസമുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നിധി പറയേ. തനിക്കും വിശ്വാസമില്ലെന്ന് നികേഷും. ജാതകം നോക്കി കല്യാണം കഴിച്ചാലേ നല്ല പോലെ ജീവിക്കൂ എന്ന് പറയുന്നത് ശരിയൊന്നുമല്ല, രണ്ടുപേരും തമ്മിൽ ചേർച്ചയുണ്ടാവണ്ടേ. ജാതകം സെറ്റായി സ്വഭാവം ശരിയല്ലെങ്കിൽ 10 പൊരുത്തമുണ്ടായിട്ട് എന്താ കാര്യം എന്ന് സുധീഷ് ചോദിക്കേ. അത് ശരിയാണെന്ന് നിധിയും സമ്മതിക്കുക. പെൺവീട്ടുകാർ ചോദിച്ചതല്ലേ, അവരുടെ ഒരു സമാധാനത്തിന് വേണ്ടി ജാതകം കൊടുക്കാമെന്ന് സുധീഷും പറയും. ജാതകം ഒരാൾ ജനിക്കുമ്പോഴല്ലേ എഴുതാറ് എന്ന് നികേഷ് ചോദിക്കേ. സുധീഷും പറയുന്നുണ്ട്, ഏത് പ്രായത്തിലും എഴുതാം, ജനന സമയം മതി, ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം മതിയാവില്ല, ജനിച്ച സമയം കൃത്യമായി അറിയണം. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം പോരല്ലേ എന്ന് നികേഷും ചോദിക്കുക. അതുപോരാ, ജനിച്ച സെക്കൻഡ് വരെ കൃത്യമായി പറഞ്ഞു കൊടുക്കണം എന്ന് സുധീഷ് പറയുന്നത് കേൾക്കേ. നമുക്ക് സുഭാഷ് ഏട്ടനോട് ചോദിച്ചാലോ എന്ന് നികേഷൻ ചോദിക്കുന്നു. അയ്യോ, സുഭാഷ് ഏട്ടനോടൊന്നും ചോദിക്കണ്ട, അച്ഛൻ പുറത്തിരിപ്പുണ്ടല്ലോ, അച്ഛനോട് ചോദിക്കാമെന്ന് നിധിയും. അച്ഛൻ എങ്ങനെ ഇതറിയാനാ എന്ന് സുധീഷ് ചോദിക്കേ. അച്ഛന്റെ മകൻ ജനിച്ച സമയം അച്ഛൻ അറിയാതിരിക്കുമോ എന്ന് നിധി ചോദിക്കുമ്പോഴേക്കും സൈക്കിളിൽ പാട്ടും പാടിക്കൊണ്ട് അച്ഛനും വീട്ടിലേക്ക് വരികയും അച്ഛൻ പാട്ടും പാടി ഹാളിൽ എത്തുമ്പോഴേക്കും നിധിയും പറയുന്നുണ്ട്, അച്ഛാ ഒരു മിനിറ്റ്. യെസ്, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു എന്ന് അച്ഛനും. സുഭാഷ് ഏട്ടൻ എപ്പോഴാ ജനിച്ചതെന്ന് നിധി ചോദിക്കുക. അവൻ ഇപ്പോൾ ജനിച്ച പോലെ ചോദിക്കുന്നുണ്ടല്ലോ, അവൻ ജനിച്ചിട്ട് 30 വർഷത്തോളമായി എന്നച്ഛൻ പരിഹാസത്തോടെ പറയേ. അത് ഞങ്ങൾക്കറിയില്ലേ, സുഭാഷ് ഏട്ടൻ ഏത് സമയത്താ ജനിച്ചതെന്നാ ചോദിക്കുന്നു എന്ന് സുധീഷും പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടനെ ഒരു ജാതകം എഴുതിക്കണം, അതിനാണെന്ന് നിധി പറയേ. ജാതകം എഴുതി നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് അച്ഛനും ചോദിക്കുക.
ഇത്രയുമാണ് ഈ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.